ഹായ് ഗായ്സ്, അപ്പോൾ ബിഗ് ബോസ് സീസണിൻ്റെ അവസാനത്തെ ഗ്രാൻഡ് ഫിനാലെ നിമിഷമാണ്. 5 പേരിൽ ഒരാൾ ഇന്ന് വിന്നറാവും, അതായത് ഇന്ന് ഈ ഞായറാഴ്ച. അപ്പോൾ പുറത്ത് ഈ ഫിനാലേൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ട്രോളുകളും ഒരുപാട് കാര്യങ്ങളുമൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഖിൽ മാരാർ, തൊപ്പി, അങ്ങനെ നിരവധി സെലിബ്രിറ്റീസ് തമ്മിലുള്ള ചേർച്ചക്കുറവ് അങ്ങനെ പറഞ്ഞ നിരവധി അലിഗേഷൻസ് ഇവിടെ പബ്ലിക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷോ അവസാനിച്ചിട്ടും ഇനി കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അംഗമം തുടങ്ങി എന്നത് കൂവിയിട്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള പുതിയൊരു തേരോട്ടത്തിലേക്കായിരിക്കും. ഈ ഷോ അവസാനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട്. ഈ ഷോ പെട്ടെന്ന് അവസാനിച്ച് പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചില കണ്ടസ്റ്റൻസ് ഉണ്ട്. ഞങ്ങളൊക്കെ ഈ ഷോയിലൂടെ പണം ഉണ്ടാക്കാനും ചിലർ ഇതൊരു ജോലിയായും കരുതുന്ന ചില ആൾക്കാരുമുണ്ട്. അപ്പോൾ പണത്തിന് വേണ്ടിയും PR വേണ്ടിയും ഒക്കെ കളിച്ച് അത് കളിയോടെ ഒരു വലിയൊരു വോട്ടും ഒരു അട്ടിമറിയാകുന്ന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വിവാദം കണ്ടു. അഖിൽ മാരാർ എന്തോ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. തൊപ്പിയുമായി ഉള്ള ഒരു കേസാണ്. അപ്പോൾ നമുക്കത് ഒന്ന് കണ്ടോ. ഒരു ട്രോളാണ് തൊപ്പി വിസ് അഖിൽ മാരാർ. വൈഷ്ണവ് ട്രോൾസ് കഴിഞ്ഞ വർഷത്തെ സീസൺ 5ന്റെ വിജയെ കുറിച്ചാണ് അഖിൽ മാരാർ ഇപ്പോൾ ലൈവിൽ വന്ന് തുറസായി പറഞ്ഞ് മാറുന്നു. എയറിലെത്തുന്നു. എന്തിന്റെ ആവശ്യം? എന്തിന്റെ കുത്തലാണ്? എല്ലിന് കുത്തിയതാണോ? സ്വയം നാറാനാണോ ഈ ട്രോള് എന്നത് ചിന്തിക്കണം. തൊപ്പി നന്നായി റോസ്റ്റ് ചെയ്യുന്നുണ്ട് അഖിൽ മാരാർ. ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്. ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? പനി തന്നെയാണ്. ഇത് ഞാൻ ജിൻഡോന്റെ PR ചെയ്തെന്ന് പറഞ്ഞത് വോട്ട് ചോദിച്ചത്. കഴിഞ്ഞ പോലെ ഞാൻ മിൻഡോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. ആ അറിവ് എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? അയ്യോ, അത് ഞാനൊരു അബദ്ധം പറഞ്ഞു പോയത്. ഇന്ത്യ ഒരു അബദ്ധം. അങ്ങനെയാണോ പറഞ്ഞത്? പൈസ വാങ്ങിയിട്ട് ചെയ്തെന്നല്ലേ മാരാറ് നിങ്ങൾ പറഞ്ഞത്? നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ ഒരു കൊഴുപ്പുണ്ടാവാൻ അതാണ്. പൈസ വാങ്ങിട്ടെന്ന് പറഞ്ഞാൽ നീ അവരുടെ പൈസ വാങ്ങിട്ടെന്ന് അവരുടെ PR ടീം ആര് പറഞ്ഞു? വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയത്. ജിൻഡോന്റെ PR ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങിയത് വിനു പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യമല്ല നിങ്ങൾ പറഞ്ഞത്. പോയി വേറെ വല്ല പണിയുണ്ടോന്ന് നോക്കടാ. കണ്ടപ്പാ ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാണോ വിളിച്ചത്? ഞാൻ പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ. അനുമോൾക്കുള്ള PR നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ. ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണമ്പാറിൽ തൊഴിലാളിയായിട്ട് കാണരുത്. പാപ്പി എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. പനിയാണെങ്കിൽ അത് ചെയ്യാം. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല. എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണോ? എന്താ പ്രഭാകരന് പേടിയുണ്ടോ? പേടിയുടെ അല്ലല്ലോ. നീ കിടക്കുക ഇരിക്കുക നീ എന്തേലും ചെയ്യും. നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. പൈസ മേടിക്കുന്നത് നീ കണ്ടോ? പൈസ മേടിക്കുന്ന നീ കണ്ടോ? നിന്റെ തെളിവുണ്ടോടാ? നിന്റെ തെളിവുണ്ടോ?
പൊന്നു ചേട്ടായി കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. ഞാൻ ബിഗ് ബോസ് 100 ദിവസം അല്ലല്ല ഞാൻ പറയുന്ന കേക്ക്, ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ, ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേക്കടാ. വാപ്പ നിന്റെ തന്തേനാണ് ഞാൻ വിളിച്ചത്, നീ എന്നെ വാപ്പാക്കെല്ലാം പറയുന്നത്. നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ, നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖിലെ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാല ചവിട്ടിന്ന് പറഞ്ഞ പോലെ. നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത. ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് പോകാൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക് വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ. നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊളാണ്ടറാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കേണ്ടത്? അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ജിന്നോന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാ PR ചെയ്തത്. അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത്. ആരംഭിച്ചു ഇനി പറഞ്ഞിട്ട് കാര്യം നമുക്ക് വേറെല്ലാം പറയാം. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ പറയുന്നതും അനുമോളുടെ ഇത് നീ പൈസ വാങ്ങിയിട്ട് PR ചെയ്തത്. അതിന് തെളിവില്ലാണ്ട് എനിക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാലോ. ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ? നിന്നെ പോലെ 3rd റേറ്റ് പരിപാടി ഞാൻ കാണിക്കുന്നുണ്ടോ? ലോജിക്കലായിട്ട് ഞാൻ ഒരു കാര്യം കൊണ്ട് ചോദിക്കുമ്പോ തിരിച്ച് വാപ്പാനെ വിളിക്കലും തന്തക്ക് വിളിക്കലും എവിടെ പോയടാ നിന്റെ സ്റ്റാൻഡേർഡ്? അഖിലെ പിന്നെ നാണകെടുത്തി മാനം പോകുന്നതിന് മുമ്പ് എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ? ജഡ്ജിയോ? എന്താ എടാ പോടാ, നിന്നെ എടാന്ന് വിളിക്കൂടാ, നിന്നെ എടാന്ന് വിളിക്കും, കള്ളന്മാരെ എടാന്ന് വിളിക്കും. ഞാനൊരു ലോക തോൽവിയായി പോലെ ദൈവമേ, എനിക്ക് എന്തിന്റെ കേടായിരുന്നു. കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും. അതിനെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണമെന്നുണ്ട്? പീനൽ കോഡിലുണ്ട്, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന്. അഖിലെ നീ എന്തോ ഉരുളെന്ന്? നീ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയടാ. നീ എന്ത് ഉരുളെന്ന്? അപ്പൊ നീ എന്തൊക്കെ കാണിച്ചു? നീ എന്തൊക്കെ കാണിച്ചിട്ടാ ബിഗ് ബോസിൽ? നാണമില്ലാടാ. എനിക്കൊന്നുമില്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ. ഞാൻ എന്തിനെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും, സ്റ്റാൻഡിൽ നിൽക്കും. നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിയിട്ടില്ല. മനസ്സിലായടാ? മനസ്സിലാണ്. നീ എന്റെ ഭാഷ എടുത്തിടേ, നിന്റെ ഭാഷ ഞാൻ എടുത്തിടട്ടടാ, നിന്റെ ഭാഷ ഞാൻ എടുത്തിടട്ടടാ. അഖില നിന്റെ ഭാഷ ഞാൻ എടുത്തിടട്ടെ. എല്ലാ മുത്തുമണിയെന്നോ? നിന്റെ പാസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ വന്നപ്പോഴേക്കും നീ എന്നെ മുത്തുമണിയെന്ന് വിളിക്കാൻ തുടങ്ങിയ. നമ്മൾ ഈ നാണം കേട്ടല്ലോ. നിനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടതോ നാണം കെടാൻ? നാണം കെട്ടവനെ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നീയാണ് എന്റെ കണ്ടന്റ്. നിന്റെ വീഡിയോസിന്റെ വ്യൂസും നിന്റെ റീച്ചും നീ തന്നെ പോയിട്ട് നോക്കടാ. നീ എങ്ങനെയാടാ എന്റെ കണ്ടന്റ് ആവുക? ഞാനല്ലടാ നിന്റെ കണ്ടന്റ്. വീണ്ടും പറഞ്ഞോ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന്? ഒരു തീരുമാനം ഉണ്ടാക്ക്. അയൽമാരാന്ന് പറയുന്നത് ഞാൻ ജിൻഡോക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം വോട്ട് ചോദിച്ചത്, ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു. അതിന്റെ തെളിവ് എന്താന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു. വിനു പറഞ്ഞു എന്ന് പറഞ്ഞു. അതിലെന്ത് സത്യാവസ്ഥ ഉണ്ടോ? ആ കേട്ടല്ലോ. പൈസ ഒന്നും വാങ്ങിച്ചില്ല എന്നൊരു ആരോപണമുണ്ടാക്കി തൊപ്പിനെതിരെ ഒരു കേസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഒരു ഫേക്ക് സ്റ്റേറ്റ്മെന്റ്. ഇതൊക്കെ വെറുതെ ഒരു ബിഗ് ബോസ് ഉപയോഗിച്ചുകൊണ്ട് നാണം കെട്ട കണ്ടസ്റ്റൻസായി അഖിൽമാരാർ മാറുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. ജിൻഡോനെ പറയുകയില്ല, മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെക്കാട്ടും ഒരു കണ്ടസ്റ്റന്റ് ആയിപ്പോയി അഖിൽമാരാർ. നിങ്ങൾ തൊപ്പി അവിടുത്തെ കണ്ടസ്റ്റൻസ് പോലുമല്ല, എന്നിട്ട് പോലും അയാളുടെ തലയിൽ കുത്തിവെക്കേണ്ട കാര്യം, PR ആക്കേണ്ട കാര്യം ആവശ്യമേ ഇല്ലാത്തൊരു കാര്യമാണ്. ബിഗ് ബോസിനോട്, ജനങ്ങളോട് നിങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ നാളെ മുതൽ ഒരാഴ്ച
നിങ്ങളുടെ തെറ്റായ രീതിയാണ് സമൂഹത്തെ നിങ്ങൾ ഇട്ടുകൊടുക്കുന്നത്. അത് ഒരിക്കലും ശരിയുമല്ല. അത് നമ്മൾ ഒരിക്കലും ശരിയെന്ന് ചെയ്യിപ്പിക്കുകയും ചെയ്യില്ല. ഇത് നിങ്ങൾക്കുള്ള കൊട്ടാണ്. ഇനി ഒരിക്കലും ഇങ്ങനെ PR-ന്റെ പേരിൽ ആരെയും വേദനിപ്പിക്കരുത് എന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് സംസാരിക്കുമ്പോൾ. കാരണം PR വെച്ച് ഒരാളെയും അളക്കരുത് എന്നത് നമ്മൾ ബോഡി ലാംഗ്വേജിൽ കാണിക്കേണ്ടതാണ്. കാരണം PR അല്ല മനുഷ്യനെ നല്ലതും വെടക്കും എന്ന നിലയിലെത്തിക്കുന്ന ഒരു ചില നല്ലതാവാം, ശരിയാവാം. പക്ഷെ ഈ PR മാത്രമല്ല ഒരു വ്യക്തിയുടെ വിജയത്തിൻ്റെ എല്ലാം. ഇപ്പോൾ അനീഷ് വിജയിച്ചാലും അനുമോൾ വിജയിച്ചാലും ഇതൊക്കെ PR മാത്രമാണ് അവരുടെ പെർസ്പെക്റ്റീവ് അല്ല, അവരുടെ ഗെയിമും കൂടിയാണ്. ബിഗ് ബോസ് സീസൺ 7-ലായാലും ഏതൊരു സീസൺ എടുത്താലും അവിടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിൻ്റെ വിജയി എന്ന് പറയേണ്ടി വരും. കാരണം ഷോ അത്രയും കണ്ടന്റ് കൊടുക്കുന്നെങ്കിൽ ആ കണ്ടന്റിൻ്റെ ബേസിൽ മാത്രമാണ് ഒരു ഷോ കാണാൻ ഓരോ പ്രേക്ഷകരും ഇരിക്കുന്നത്. അല്ലാതെ ആരും പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുന്നതല്ല. അവരവരുടെ ഇഷ്ടത്തിൽ, അവരവരുടെ താല്പര്യത്തിൽ, അവരവരുടെ ഇൻട്രസ്റ്റിൽ കൊടുക്കുന്ന വോട്ടാണ്. ആ വോട്ട് ഒരിക്കലും അതൊക്കെ നമ്മൾ ചെയ്യുന്ന PR ആണെന്ന്, അത് പ്രേക്ഷകർ കൊടുക്കുന്ന PR ആണെന്ന് പറഞ്ഞു. പക്ഷേ പണം കൊടുത്തൊരിക്കലും വോട്ട് വാങ്ങരുത്. അത് അട്ടിമറി തന്നെയാണ്. പൊളിറ്റിക്സിലും അത് അട്ടിമറിയാണ്. ഏത് നോമിനേഷനിലെടുത്താലും അത് അട്ടിമറി തന്നെയാണ്. ആ അട്ടിമറി ഒരിക്കലും നീതിയുടെ പാത തേടുന്നതല്ല. അതുകൊണ്ട് ഒരു ബിഗ് ബോസ് ഷോ കൊണ്ട് ഇങ്ങനെയൊക്കെ കുത്തിപ്പൊഴിക്കാനും ഇങ്ങനെയുള്ള ഫേക്ക് ഡ്രാമ കാണിക്കാനും അഖിൽ മാറാറിനെ പോലെയുള്ള ഒരു ഡയറക്ടറായിട്ടും അയാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം തൊപ്പി വേറൊരു ആളാണ്. ഒരു ബന്ധവുമില്ലാത്തവരെ പിടിച്ച് അകത്തിടുന്നതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ചോദിക്കാൻ. ഇത് അഖിൽ മാറാറ് അങ്ങോട്ട് കൊടുത്ത് പണി വാങ്ങിയതാണ്. എന്നിട്ട് അതിൽ തന്നെ പറയുകയും ചെയ്തു, ഞാൻ പണം കൊടുത്തു എന്ന് പറഞ്ഞത് വെറുതെയാണ്. അപ്പം സത്യം തെളിഞ്ഞില്ലേ? അത്ര തന്നെ. ബൈ ഫോർ